ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ വീട്ടിലെത്തുന്ന കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ തിരിച്ചെത്തുന്ന ശിവേട്ടനും കമലയും ഹരിയും അതുപോലെ രോഹിത്തും ബബിതയൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാട്ടോ വരുന്നത്. ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ ശിവേട്ടൻ്റെ അടുത്ത് കമല പറയുന്നുണ്ട്, എന്തൊരു അഹങ്കാരമാണ് അയാൾക്ക്. ആ ബാലചന്ദ്രൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് പറയുമ്പോൾ, അയാൾ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ്, ഇവിടുത്തെ എച്ചിൽ കഴിച്ച് വളർന്നവനാണ്. എന്നിട്ട് എൻ്റെ ഭാര്യയുടെയും മക്കളുടെ നേരെയൊക്കെ കൈ ഉയർത്തിക്കുന്നു, അതും ചൂലുകൊണ്ട് അടിച്ച് ഇറക്കിയിരിക്കുന്നു. ഇനി അയാളെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ ശിവേട്ടനും. അപ്പോൾ എന്താണെങ്കിലും ഇത് അമ്മയോട് പറഞ്ഞു കൊടുക്കണം. അമ്മ ബാലചന്ദ്രനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളായിരുന്നില്ലേ, അമ്മ ഇത് അറിയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ്. മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ രാജീവും ഉണ്ട് കേട്ടോ. അങ്ങനെ രാജീവും കൂടി ചോദിക്കുന്നുണ്ട്, എന്തായി ശിവേട്ടൻ പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ അവർ വന്നത് കണ്ടിട്ട് തന്നെ എന്തോ പന്തികേട് തോന്നുകയാണ്. എന്ത് പറ്റി ശിവ, എന്താ കാര്യം എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയും ചോദിക്കുകയാണ്. ആ സമയത്ത് കമലയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. എന്തുണ്ടാവാനാണ്, ബാലചന്ദ്രൻ അവളെയും കൊണ്ട് തിരിച്ച് കയറി വന്നു, എന്നിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്ന് പറയാട്ടോ. അവളെയും കൊണ്ട് തിരിച്ച് കയറി വന്നു, അതിന് അവളെ എവിടെ പോയായിരുന്നു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അവളെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നു, ബാലചന്ദ്രൻ വീണ്ടും അവളെ വിളിച്ചുകൊണ്ട് വന്നു വീട്ടിലേക്ക് എന്ന് പറയാണ്. നിങ്ങൾ എന്തിനാണ് വീണ്ടും അലീനെ ഇറക്കി വിടാനായിട്ട് പോയത്? അവിടെ ഒരു കൂട്ടിന് എന്നും പറഞ്ഞല്ലേ പോയത്, നീ ഇവിടെ നിന്ന് പോയത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, ഞാനാണ് അമ്മ കമലയോട് അങ്ങനെ പറഞ്ഞത്. ബാലചന്ദ്രൻ ഇല്ലാത്ത സമയമാകുമ്പോൾ അലീനെ ഇറക്കി വിടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് നല്ല രീതിയിലാണ് ഞങ്ങൾ ഇറക്കി വിട്ടത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അവൾ പോവാൻ റെഡി ആയിട്ട് അവൾ കാറിൽ കയറി പോവുകയും ചെയ്തു എന്ന് പറയാണ്. ബാലചന്ദ്രൻ വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടു വരികയാണ് ചെയ്തത് എന്ന് പറയാട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അയാളുണ്ടല്ലോ മുത്തശ്ശിയുടെ മകളുടെ ഭർത്താവ്, അയാളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്, വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ചൂലുകൊണ്ടടിച്ചു, എൻ്റെ അമ്മയെ അടിച്ചു, എന്നെ ചവിട്ടി മറിച്ചിട്ടു എന്നൊക്കെ പറയണേ. നേരാണോ ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതേ അമ്മേ, നേരാണ്. ശിവേട്ടനാണ് പറയുന്നത് കേട്ടോ. ബാലചന്ദ്രൻ കമലയെ ചൂലുകൊണ്ടാണ് അടിച്ചിറക്കിയത്. അതിന് മാത്രം നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല അമ്മേ എന്ന് പറയാട്ടോ. വെറുതെ ഒന്നും ബാലചന്ദ്രനെ അങ്ങനെ ചൂലുകൊണ്ട് അടിച്ചിറക്കത്തില്ല. നിങ്ങൾ അലീനയോട് എന്തെങ്കിലും ക്രൂരത കാണിച്ചിട്ടുണ്ട് ഉണ്ടാകും എന്ന് പറയണേ. അമ്മ ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയുടെ പുണ്യ പുരുഷനായിരുന്നല്ലേ ബാലചന്ദ്രൻ, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, അയാളുടെ തനി കൊണം അയാൾ കാണിച്ചില്ല എന്നൊക്കെ കമല പറയും കേട്ടോ. എന്താണെങ്കിലും അമ്മയ്ക്ക് കൂറ് അങ്ങോട്ടേക്ക് തന്നെയാണ്. ബാലചന്ദ്രൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നല്ലേ ഇപ്പം അയാൾ ചെയ്ത് വൃത്തികെട്ട പരിപാടി അമ്മയ്ക്ക് അറിയാലോ എന്നൊക്കെ പറയാണ് കമല. ആ സമയത്ത് ശിവേട്ടനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കരുതിയതുപോലെ ഒന്നും അല്ല അമ്മേ ബാലചന്ദ്രൻ അലീനെ ഇനി ഒരിക്കലും അവിടെ നിന്ന് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ കുട്ടികളെ പോലും അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയണോ. ഇവരെ ഇറക്കി വിട്ടുന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ബാലചന്ദ്രൻ ഒരിക്കലും ഇവരെ ഇറക്കി വിടത്തില്ല എന്ന് പറയുമ്പോൾ, ഇവരെ ഇറക്കി വിട്ടതല്ല, ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ടേക്ക് പോന്നു, അതും ഒരു ഇറക്കി വിടൽ തന്നെയല്ലേ. എന്നാൽ ബാലചന്ദ്രൻ പറയണ്ടേ, നിങ്ങൾ പോവണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, അയാൾ ഒരു അക്ഷരം മറുത്ത് പറഞ്ഞില്ല എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശിക്ക് അതൊക്കെ കൂടി കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അലീനയോട് ഭയങ്കര ദേഷ്യം വരികയാണ്. അലീന അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അതിനല്ലേ ഞങ്ങൾ ശ്രമിച്ചത്, പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്ന് പറയണം. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ശിവേട്ടനൊന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്ന് പറയണേ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ ഇതിൽ ഇടപെടണ്ട, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് ശിവേട്ടനെ വിളിച്ചുകൊണ്ട് പോകട്ടോ. എടാ ഹരി, രോഹി, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും കൂടി വിളിച്ചിട്ടാണ് രാജീവും ശിവേട്ടനും കൂടി പോകുന്നത്. എന്നിട്ട് രാജീവ് ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താണ് അവിടെ ഉണ്ടായത്, ബാലചന്ദ്രൻ ചൂലുകൊണ്ട് അടിച്ചിറക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേ കൊച്ചിച്ച, അതല്ലേ പറഞ്ഞത്, അങ്കിള് ഞങ്ങളെ ചൂലുകൊണ്ട് അടിച്ചിറക്കുക ചെയ്ത്, അമ്മയെ എടി എന്നൊക്കെ വിളിച്ചാണ് സംസാരിച്ചത്, ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, അയാൾ ഇത് രണ്ടും കൽപ്പിച്ചാണല്ലോ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല, അയാളുടെ അഹങ്കാരത്തിന് ഒരു നല്ല മറുപടി കൊടുക്കുക തന്നെ വേണം എന്ന് പറയട്ടോ. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, നമുക്ക് അങ്കിളിൻ്റെ കയ്യും കാലൊക്കെ ഒടിച്ചൊരു മൂലക്കിട്ടാലോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ രോഹിത്തിന് അതൊന്നും വല്ലാതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിനെ നോക്കുമ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നത് കാരണം, അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഇപ്പോൾ വൈജയും ഇങ്ങനെ കിടക്കല്ലേ, ആ ഒരു സിറ്റുവേഷനിൽ ബാലചന്ദ്രനും കൂടി കിടക്കണ്ട, അങ്ങനെ കിടക്കട്ടെ അങ്കിളെ, എന്നാലേ ആരും നോക്കാനില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ ബുദ്ധിമുട്ടൊക്കെ അങ്കിളിന് മനസ്സിലാവത്തുള്ളൂ. അയാളുണ്ടല്ലോ എൻ്റെ നെഞ്ചത്തേക്കാ ചവിട്ടിയത്, എന്നെ ചവിട്ടി മറിച്ചിട്ടാണ് ഉണ്ടായത്, എന്നോട് മേലിൽ ആ വീട്ടിൽ കയറി പോകരുതെന്ന് വീണ്ടും പറഞ്ഞേക്കുക. ഇനി എങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റും, അല്ലെങ്കിലും ഇനി ആരാ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയെ ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണല്ലോ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് ആ വീടുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല, പക്ഷേ കൃഷ്ണ അവിടെ ഉണ്ടല്ലോ അങ്കിളെ എന്ന് പറയാണ് രോഹിത്. അപ്പോൾ പറയുന്നുണ്ട്, പക്ഷെ അത് പ്രശ്നമൊന്നുമില്ല, കൃഷ്ണയെ എങ്ങനെയെങ്കിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ എന്താണെങ്കിലും ഒരു നല്ല തിരിച്ചടി കൊടുക്കണമെന്ന് തന്നെ അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇനി നമ്മൾ വളരെ വാശിയും ദേഷ്യമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഇനി കുറച്ച് സ്നേഹത്തിലും പരിഗണനയിലൊക്കെ നിന്നിട്ട് വേണം നമുക്ക് പണി കൊടുക്കാനായിട്ട്. അവളെ ഉണ്ടല്ലോ, ആ അലീനയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകണം, എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റി താമസിപ്പിക്കണം എന്ന് പറയാണ് രാജീവ്. അതെങ്ങനെ നടക്കും നിങ്ങളെ? അലീനെ അവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ബാലചന്ദ്രൻ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ബാലചന്ദ്രന് ഒരു ക്ലൂ പോലും കിട്ടാത്ത രീതിയിൽ അലീനയെ നമ്മൾ തട്ടിക്കൊണ്ടുപോകുന്നു, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുന്നു. എന്നാങ്ങളെ അക്കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ആരും അതിന് മെനക്കെടണ്ടെന്ന് പറയുമ്പോൾ ശിവട്ടൻ വളരെ രൂക്ഷമായിട്ട് നോക്കട്ടോ. നീ വല്ലാണ്ട് കിടന്ന് തുള്ളണ്ട, നിന്റെ ചാട്ടമൊക്കെ എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ വേണ്ടാത്ത വല്ല ഇതിലും കേസിലും പോയി പെട്ടിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, നിന്റെ ഭാവി ഇല്ലാതാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവേട്ടൻ ഹരിയെ തടയുന്നുണ്ട് കേട്ടോ. ഓ വേണ്ടെങ്കിൽ വേണ്ട, ഞാനൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഇനി എന്താണെങ്കിലും അടവൊന്ന് മാറ്റി ചവിട്ടിയാലേ നടക്കുള്ളൂ ശിവേട്ട എന്ന് പറയുന്നുണ്ട്. അതെ, എനിക്കും അങ്ങനെ തോന്നുന്നു. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എന്തായാലും ഒന്ന് പോകണമല്ലോ, അപ്പോൾ അവിടെ വെച്ച് ബാലചന്ദ്രനെ കാണി സംസാരിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് എന്ന് പറയുന്നുണ്ട് ശിവേട്ടനും. അതേസമയം വീട്ടിൽ കടപ്പാട്ടൂർ വീട്ടിലാണെങ്കിൽ അലീന ആകെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയല്ലേ. ബാലചന്ദ്രൻ്റെ ആശ്വാസ വാക്കുകളൊന്നും ഏൽക്കുന്നില്ലല്ലോ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ, മനുവിനെ നിർത്തിയിട്ടല്ലേ പോകുന്നത്, മോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എന്ത് കാര്യങ്ങൾ നോക്കാന്ന് വെച്ചാൽ കൃഷ്ണമോളില്ലേ ഇവിടെ, കൃഷ്ണമോളെ നോക്കണ്ടേ എന്ന് പറയണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടോ. പക്ഷേ ബാലചന്ദ്രൻ പോയതിന് ശേഷം മനു വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. മനു വരുന്ന സമയത്ത് അലീന ആകെ തകർന്ന് കരഞ്ഞു പോവാട്ടോ. മനുവേട്ടാ, ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്, അച്ഛനല്ലേ ഏറ്റവും കൂടുതൽ നാണം കെടുന്നത് എല്ലാവരുടെയും മുന്നിലും, അതും ചെയ്യാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഞാനിതെങ്ങനെ സഹിക്കും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ പിന്നെ എന്താണ് അച്ഛന് വേണ്ടി പകരം കൊടുക്കേണ്ടത്, എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീന പൊട്ടിക്കരയുമ്പോൾ മനു അലീനയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്കറിയാം നിൻ്റെ മാനസിക വിഷമം, എനിക്ക് നന്നായിട്ട് മനസ്സിലാകും, എന്താണെങ്കിലും നീ കുറച്ചൊന്നു കൂടി ഒന്ന് ക്ഷമിക്കുക, സഹിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് കലങ്ങി തെളിയും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്തും ബബിതയൊക്കെ ഇറങ്ങിപ്പോയില്ല, അവർ തിരിച്ചു വരുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവരെന്തായാലും തിരിച്ചു വരും, കാരണം എൻ്റെ അമ്മയല്ലേ അവരെ നോക്കുന്നത്, അമ്മയുടെ കൂടെ ഒരു ദിവസം പോലും അവർക്ക് താമസിക്കാൻ പറ്റത്തില്ല, മകനായ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്നിട്ടാണോ അവർക്ക്? ഒരിക്കലും പറ്റത്തില്ല. അമ്മയുടെ സ്വഭാവം അവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയും അവർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടിപ്പോരുകയും ചെയ്യുമെന്ന് അലീനയെ ആശ്വസിപ്പിക്കുകയാണ് മനു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് രാജീവും ശിവേട്ടനും കേട്ടോ. രാജീവ് വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. നീ എന്ത് പണിയാണ് ബാലചന്ദ്ര കാണിച്ചത്, നിൻ്റെ ചേട്ടനല്ലേ, നിൻ്റെ ഭാര്യയുടെ ചേട്ടനും ചേട്ടത്തിയും അല്ലേ, അവരൊരു റെസ്പെക്റ്റും കൂടാതെ ചൂലുകൊണ്ട് അടിച്ചിറക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നടക്കുന്ന കാര്യമാണ്, അതും ഒരു വേലക്കാരി പെണ്ണിന്. വെതേ രാജീവ, ഞാൻ പറഞ്ഞു അവൾ വേലക്കാരിയല്ല, എൻ്റെ മകളാണെന്ന്. ശരി, നിനക്ക് അവിഹിതത്തിൽ സംഭവിച്ച മകളാണ്, ശരി സമ്മതിച്ചു, പക്ഷേ എന്തിനാണ് ഈ പണി ചെയ്തത്? ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ റെസ്പെക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നാൽ മാത്രമേ അങ്ങോട്ടേക്ക് കൊടുക്കത്തുള്ളൂ. റെസ്പെക്റ്റിന് വേണ്ടിയുള്ള റെസ്പെക്റ്റുള്ള പണിയാണോ അവർ കാണിച്ചത്? അല്ലല്ലോ, അതിനനുസരിച്ചാണ് ഞാൻ മറുപടി കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്ര നിൻ്റെ ഈ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും, അത് ക്ഷമിക്കേ, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി ഞങ്ങൾ അലീനയുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല, അലീന നിൻ്റെ മകളാണ്, അത് ഞങ്ങളും അംഗീകരിച്ചു, അവിടെ ജീവിക്കട്ടെ. പക്ഷേ ഈ ഇപ്പോൾ വൈജയുടെ കാര്യത്തിലല്ലേ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഈ അലീനയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ ആരാണ് ശിവേട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അലീനയെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ. എൻ്റെ വീട്ടിൽ അലീന നിൽക്കുന്നതാണ് എനിക്ക് കംഫർട്ട്, അവൾ അവിടെ നിൽക്കണം, എൻ്റെ മകളാണ് അവൾ അവിടെ നിൽക്കുന്ന വേണം. നിങ്ങൾ പിന്നെ എന്തിനാണ് ആ ഒരു കാര്യത്തിൽ പിടിച്ചു കയറി എൻ്റെ വീട്ടിലേക്ക് വരുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്ന് പറയാണ് ശിവേട്ടൻ്റെ അടുത്ത് ബാലചന്ദ്രൻ. അപ്പോൾ ശിവേട്ടൻ രാജീവും കൂടെ ഒന്ന് പരസ്പരം മുഖാമുഖം നോക്കിയിട്ട് പറയുന്നുണ്ട്, ശരി ഞങ്ങൾ ഇനി അതിലേക്കൊന്നും ഇടപെടുന്നില്ല, അലീന അവിടെ നിൽക്കട്ടെ, പക്ഷേ നിൻ്റെ മക്കൾ ഞങ്ങളുടെ വീട്ടിലാണ്. അത് അവിടുത്തെ കമലേട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ സ്വയം തിരിച്ചു വന്നോളും എന്ന് ബാലചന്ദ്രൻ പറയാട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, ശരി ഇനിയിപ്പോൾ വൈജയുടെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്ക് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ് വൈജയെങ്കിൽ ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് പറയാട്ടോ. അത് പറ്റത്തില്ല, കുറച്ച് നാൾ അവൾ കൊല്ലപ്പള്ളിയിൽ വന്ന് നിൽക്കട്ടെ, അവിടെ അമ്മയുണ്ടല്ലോ എന്ന് പറയണം. അമ്മയെക്കൊണ്ട് വൈജയെ നോക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ കമലയുണ്ടല്ലോ, കമല നോക്കിക്കോളും. കമലേട്ടത്തി വല്ലാണ്ട് നോക്കും, നിങ്ങളുടെ അമ്മയെ നോക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ആ ഒരു പരിപാടി വേണ്ട, എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ നോക്കും, അലീനയും നോക്കും, സ്വന്തം അമ്മയെ പോലെ അവൾ നോക്കും എന്ന് പറയാട്ടോ.
അത് ഞങ്ങൾക്കറിയാം. പക്ഷേ അലീന വൈജയെ നോക്കുന്നത് വൈജയ്ക്ക് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് പറയണം. ഒരു കാര്യം ചെയ്യ്, എന്നാൽ അലീനയും കൊല്ലപ്പള്ളിയിലേക്ക് പറഞ്ഞേക്കെ. കുറച്ച് നാൾ കൊല്ലപ്പള്ളിയിൽ വൈജയെ നോക്കാനായിട്ട് അലീനയെ നിൽക്കട്ടെ. ഒന്ന് റെഡി ആകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നോളുമല്ലോ എന്ന് പറയണം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ശിവേട്ട എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. കുറച്ച് നാൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അമ്മയ്ക്ക് ഒരു ആശ്വാസമാവുമല്ലോ എന്ന് പറയട്ടോ. എന്നാൽ നമുക്ക് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതൊക്കെ ആ സമയമാകുമ്പോഴല്ലേ, ഡിസ്ചാർജ് ആകുമ്പോഴല്ലേ ആലോചിക്കാം എന്നൊക്കെ ബാലചന്ദ്രനും പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഉള്ളിലൊക്കെ എങ്ങനെ ബാലചന്ദ്രനോട് സപ്പോർട്ടായിട്ട് നിന്നിട്ട് അലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കടത്തി കൊണ്ടുപോകണമെന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒന്നും നിൽക്കേണ്ടി വരില്ല. എന്തിനാ ഇപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കുന്നത്? ബാലചന്ദ്രൻ വേണേൽ വീട്ടിൽ പോക്കോ, ഞങ്ങളിവിടെ നിന്നോളാം എന്ന് രാജീവ് പറയുമ്പോൾ അത് വേണ്ട, ഞാനിവിടെ തന്നെ നിന്നോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോവാം എന്ന് പറയാട്ടോ. അങ്ങനെ അവർ എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഇപ്പോൾ തൽക്കാലം സഹായത്തിന് ഇങ്ങോട്ടേക്ക് ആരെങ്കിലും പറഞ്ഞയക്കണമെന്ന് ചോദിക്കുമ്പോൾ ആരും വേണ്ട, ഞങ്ങൾ തന്നെ നിന്നോളാം. എന്നപ്പോൾ അവിടെ വീട്ടിൽ അലീനയും കൃഷ്ണമോളും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, അലീനയും കൃഷ്ണമോളും കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് വന്നോട്ടെ, അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട ശിവേട്ട, അവരവിടെ തന്നെ നിന്നോട്ടെ, അലീന നോക്കിക്കോളും, അലീനയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയണം. അല്ല, കൃഷ്ണ സ്കൂളിൽ പോയി കഴിഞ്ഞാലും പകൽ അലീന തനിച്ചല്ലേ എന്ന് പറയണം. അത് അലീനയോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ അവൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയട്ടോ. എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവരുടെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടുകയാണ്. കാരണം അലീന വീട്ടിൽ നിന്ന് ഇറങ്ങും, എങ്ങോട്ട് പോകാൻ, ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങും. അപ്പോൾ ആ സമയം എങ്ങനെയെങ്കിലും അലീനയെ കടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം കൃഷ്ണ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അലീന വീടൊക്കെ പൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഓട്ടോ കയറിയിട്ട് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ ഒരു ഓട്ടോ കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങുന്ന സമയത്താണ് അങ്ങനെ നമ്മുടെ രാജീവ് ഓട്ടോയിൽ ഇങ്ങനെ കാറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, അലീന ഹോസ്പിറ്റലിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയണേ. എന്നാൽ കയറിക്കോ, ഞാനും ഹോസ്പിറ്റലിലേക്കാന്ന് പറയാട്ടോ. അപ്പോൾ അലീന ഒന്ന് മടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ വഴക്കിനും ഒന്നിനും ഇല്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രൻ നിന്നെ വിട്ട് കളയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ഇനി ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, പിന്നീട് എന്താണെന്ന് വേണ്ടത് ആലോചിച്ച് ചെയ്യാം. ഞങ്ങൾക്ക് വൈജയുടെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പരിഗണന കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ആകെ കൂടിയുള്ള ഒരു പെങ്ങളാണ്. അത് മാത്രമല്ല, അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ അവിടെ നിർത്താൻ ഞങ്ങൾക്കും താല്പര്യമില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ അല്ലാതെ പേഴ്സണലി നിന്നോട് ഞങ്ങൾക്ക് യാതൊരു വിരോധമൊന്നുമില്ല. നീ നല്ല കുട്ടിയാണെന്നറിയാം, ചീത്ത സ്വഭാവം ഇല്ലാത്തവളാണെന്നറിയാം. അതുപോലെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഞങ്ങളുടെ അമ്മയെ പൊന്നു പോലെ നോക്കി ഈ ഒരു രീതിയിൽ നീയാണ് എത്തിച്ചതെന്നും അറിയാം. അതുകൊണ്ട് പേഴ്സണലി ഞങ്ങൾക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. വൈജയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിന്നെ ഇറക്കി വിടാനായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിൽ നീ ഒന്നും മനസ്സിൽ വെക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇല്ല അങ്കിൾ എന്നാണ് അലീന പറയുന്നത്. അപ്പോൾ അങ്കിൾ എന്ന് വിളിച്ചപ്പോൾ രാജീവിന് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ നീ കയറിക്കോ, ഞാനും ഹോസ്പിറ്റലിലേക്കാണ് എന്ന് പറയുമ്പോൾ അലീന വീണ്ടും മടിച്ച് നിൽക്കുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കുക കേട്ടോ. വന്നിട്ട് രാജീവ് അങ്ങനെ അലീന കാറിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ രാജീവ് കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ വീണ്ടും സംസാരിക്കുന്നുണ്ട്, ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് അത് ആ ഒരു രീതിയിൽ എടുത്താൽ മതി, അല്ലാതെ നിന്നെ ഉപദ്രവിക്കണമെന്നോ നിന്നെ ഇല്ലാതാക്കണമെന്നോ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീനക്ക് മനസ്സിലാവുകയാണ് വഴി മാറി എന്നുള്ളത്. അപ്പോൾ അലീന ചോദിക്കുന്നത്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഹോസ്പിറ്റലിലേക്കല്ലേ? ഇത് വഴിയല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് ചോദിക്കുമ്പോൾ ഇത് വഴിയല്ല, പക്ഷേ ഇത് വഴി ഒരു ചെറിയ റോഡുണ്ട്, ഒരു കുറുക്ക് വഴിയുണ്ട്, അതിലൂടെയാണ് പോകുന്നത് എന്ന് രാജീവ് പറയാട്ടോ. അപ്പോൾ അലീന അത് വിശ്വസിക്കുന്നുണ്ട്. എന്നാലും അലീനയ്ക്ക് ഉള്ളിലൊരു പേടി തോന്നുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയ സമയത്ത് അവിടെ നിന്ന് ഹരിയും രോഹിത്തും കൂടെ കാറിൽ കയറുക കേട്ടോ. അവിടെ വഴിയിൽ നിർത്തിയിട്ട് അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവണം ഇതിലെന്തോ അപകടമുണ്ട് എന്ന് മനസ്സിലാവാണ്. നിങ്ങൾ എന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? വണ്ടി നിർത്തിയ ഡോറ് തുറന്ന് ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങും എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് അടങ്ങിയിരിക്കുക അവിടെ, ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ ഇതല്ലാതെ ഇനി വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാറ് ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയും രോഹിത്തും കൂടി അലീനയുടെ കൈ പുറകിലേക്ക് പിടിച്ചു വെക്കുകയും വായ പൊത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്, അവൾ ഒച്ച ഉണ്ടാക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവാണ് താൻ ഇതൊരു ട്രാപ്പിലാണ് പെട്ടത് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് അലീനയെ കാറിൽ ഒരു ആൾ താമസമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ എത്തുന്ന സമയത്ത് അതിലേക്ക് ആ ഒരു വീടാണ്, ഒരു ആൾത്താമസമില്ലാത്തൊരു വീടാണ്, ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എന്നാലേ ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പൊക്കോ, ഇനിയിപ്പോൾ നിങ്ങളിവിടെ കാണാതായ സംശയം തോന്നിയാലോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് ഹരി. അപ്പോൾ ഹരി തല താഴ്ത്തുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും പൊക്കോ, ഞാനിവിടെ നിന്നോളാം, യാതൊരു കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ അലീനയുടെ കയ്യിൽ ഫോണും ബാഗും ഒക്കെ ഉണ്ട്, അതൊക്കെ പിടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ.
അപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല. രാജീവിൻ്റെ കയ്യിലാണ്. അപ്പോൾ രാജീവിനോട് പ്രത്യേകം രോഹിത് പറയുന്നുണ്ട് അവളുടെ ഫോൺ അതിലുണ്ട്, അങ്കിൾ അതൊന്ന് സൂക്ഷിച്ചേക്കണം എന്ന് പറയണം. അങ്ങനെ ഹരി വീണ്ടും പറയുന്നുണ്ട്, അങ്കിൾ വേണമെങ്കിൽ പൊക്കോ, ഞാനിവിടെ നിന്നോളാം, കാവലിൽ നിന്നോളാം, ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഹരിയും രോഹിത്തിനെയും പറഞ്ഞയക്കുകയാണ്. അതേസമയം ഹോസ്പിറ്റലിൽ അലീനയെ കാണാഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ആകാംക്ഷയോട് കൂട്ടിയിട്ട് നോക്കിയിരിക്കുക കേട്ടോ. അലീന എന്താ വരാത്തതെന്ന് ഓർത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അലീനയെ കാണുന്നില്ല. അപ്പോൾ ഫോണിലേക്ക് വിളിക്കുമ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഒരു തവണ വിളിച്ചപ്പോൾ ബസ് സ്റ്റോപ്പിലാണ്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഒരു വിവരം ഇല്ലാത്തത് കാരണം ബാലചന്ദ്രന് വല്ലാത്ത ടെൻഷൻ വരികയാണ്. ബാലചന്ദ്രൻ വേഗം മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അലീന ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബ്ലോക്കിലെങ്ങാനും പെട്ടതായിരിക്കുമെങ്കിൽ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചല്ലേ വരുന്നത്. അതൊന്നുമല്ല, കുറേ നേരം ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയെന്ന് എന്നോട് പറഞ്ഞതാണ് എന്ന് പറയാട്ടോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, വീട്ടിലൊന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോയപ്പോൾ വീട് പൂട്ടി കിടക്കുകയാണ്. അങ്ങനെ മനു വന്നിട്ട് ബസ് സ്റ്റോപ്പിലും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊന്നും കാണുന്നില്ല. ആ സമയത്താണ് മനു കാണുന്നത് രോഹിത്തും ഹരിയും കൂടിയിട്ട് അവിടെ വന്ന് ഇറങ്ങിയിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നത് കാണുക കേട്ടോ. രോഹിത്തിൻ്റെ അവരുടെ പുറകെ മനു വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ നമ്മുടെ രാജീവ് അവിടെ ഉണ്ടല്ലോ, രാജീവാണ് അലീനയ്ക്ക് കാവൽ നിൽക്കുന്നത്. അപ്പോൾ രാജീവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നതാണ് ഹരിയും രോഹിതും. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൽക്കാലം നിങ്ങൾ പൊക്കോ, എന്നിട്ട് ഒന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് ഉച്ചയാകുമ്പോൾ വന്നാൽ മതി, ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഭക്ഷണം വാങ്ങിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ആ സമയത്ത് മനുവിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ മനു ആണെങ്കിൽ അലീനെ അന്വേഷിച്ചുകൊണ്ട് നടക്കണം. അപ്പോൾ കാണാഞ്ഞിട്ട് ബാലചന്ദ്രനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ആകെ ടെൻഷനാവുകയാണ്. അലീന ഇങ്ങോട്ടേക്ക് പോയി, ഒരു അറിവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനാവുകയാണ്. വീട്ടിൽ വന്ന് ആരും കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല, അവൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാണ്. ഇനി കൃഷ്ണ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, വീട്ടിൽ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ പേടിക്കേണ്ട, കൃഷ്ണയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ അവളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം വരെ അന്വേഷിച്ചിട്ട് അലീനയുടെ യാതൊരു വിവരവും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാൽ ഇനി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വരട്ടെ ഞങ്ങളെ, നമുക്ക് നോക്കാം, ഞാൻ എറണാകുളത്തേക്കൊന്ന് വിളിച്ച് നോക്കട്ടെ, അവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് അറിയാലോ. അങ്ങോട്ടേക്കൊന്നും പോകത്തില്ല, എന്നോട് പറയാതെ പോകത്തില്ല എന്ന് ബാലചന്ദ്രൻ തറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം, കാണാതായതല്ലേ, എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പേടിയാണ് ബാലചന്ദ്രന്. അപ്പോൾ മനു പറയുന്നുണ്ട്, വരട്ടെ, എനിക്ക് ഒരു സംശയമുണ്ട്, എന്താണെങ്കിലും ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ, അതിനുശേഷം ഞാൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയാണ് മനു. അങ്ങനെ പിന്നീട് മനു കൃഷ്ണയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. ഞാൻ അന്വേഷിക്കാം അങ്ങളെ, എനിക്ക് ചെറിയൊരു സംശയമുണ്ട് അലീനയെ എങ്ങോട്ടാണ് പോയതെന്ന്, അപ്പോൾ ഞാനത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയണം. അങ്ങനെ മനു നേരെ നമ്മുടെ രോഹിത്തിനെയും ഹരിയും കുടഞ്ഞിട്ട് ചോദ്യം ചെയ്യാട്ടോ. അപ്പോൾ അവർ ഞങ്ങൾക്കറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, കൊച്ചച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചച്ഛൻ കോതമംഗലത്തിന് പോയി എന്ന് പറയണം. അപ്പോൾ അതിലെന്തോ ഒരു സംശയം തോന്നുകയാണ്. പിന്നീട് മനു അവരുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്ന സമയത്ത് മനു അവിടെ നിന്ന് മാറി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാറി നിന്ന് കേൾക്കുമ്പോൾ ആ കൊച്ചച്ച ഇവിടെ ആകെ മനുവേട്ടന് സംശയമാണ്, കൊച്ചച്ചന് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ലയെന്ന് ഇങ്ങനെ രാജീവ് അവരോട് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്, അവരുടെ മുന്നിലേക്ക് അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട്. അങ്ങനെ ആ ഫോൺ വാങ്ങിയിട്ട് മനു സംസാരിക്കാൻ, കൊച്ചച്ചൻ്റെ ലൊക്കേഷൻ എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, മര്യാദക്ക് കൊച്ചച്ചൻ അലീനയെ വെറുതെ വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായി മാറും. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചേക്കുന്നത്, കൊച്ചച്ചന് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഉണ്ടാക്കും. മര്യാദക്ക് അലീനയെ തിരിച്ച് കടപ്പാട്ടൂരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി വിടുന്നതാണ് കൊച്ചച്ഛന് നല്ലത്, അല്ലെങ്കിൽ ഇത് പ്രശ്നം വഷളാകും, ഞാൻ നേരിട്ട് പോയി ഹോസ്പിറ്റലിൽ പരാതി കൊടുക്കുമെന്ന് പറയട്ടോ. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ പ്ലാനും ചീറ്റി പോവാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെ രാജീവ് തൻ്റെ അലീനയെ കൂട്ടിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അലീനയ്ക്ക് ഫോണും അവളുടെ ബാഗൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് രാജീവ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റോറി ഞാൻ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സ്റ്റോറി, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.